അരുണാചൽ പ്രദേശിലെ നഹർലഗുൺ ജുമാ മസ്ജിദ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഇമാമിനും സഹായിക്കുന്നതിന് ഇൻഡിജനസ് യൂത്ത് അസോസിയേഷൻ നേതാക്കളുടെ ഭീഷണി. സംഘടനാ പ്രസിഡന്റ് താരോ സോനം ലിയോക്കും ജനറൽ സെക്രട്ടറി തപോൽ മെയിങ്ങും അടക്കമുള്ളവരാണ് വെള്ളിയാഴ്ച പള്ളിയിലെത്തിയത്. നിയമവിരുദ്ധമായി പള്ളി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ച് ഇമാമിനോട് ആക്രോശിച്ച ഇവർ ഗുരുതരമായ വർഗീയ പരാമർശങ്ങളും നടത്തി. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എന്നാൽ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്നായിരുന്നു ലിയോക്കിന്റെ വാക്കുകൾ. പിന്നാലെ പള്ളി അടച്ചുപൂട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇവർ അധികാരികളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനു പുറമെ ഇമാമിന്റെയും സഹായിയുടെയും ദേശീയത ചോദ്യം ചെയ്ത നേതാക്കൾ അവരോട് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം നിരസിച്ച ഇമാം പകരം ഇന്ത്യ സിന്ദാബാദ് എന്ന് വിളിച്ചു. നേതാക്കൾ വീണ്ടും ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എങ്ങനെ ഇന്ത്യക്കാരനാകും എന്നും ചോദിച്ചു. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാനാവില്ലെന്നും തനിക്ക് ഒരേയൊരു മാതാവേ ഉള്ളൂ എന്നും ഇമാം ആവർത്തിച്ചു വ്യക്തമാക്കി. അസം മോരിഗോൺ സ്വദേശിയായ ഇമാം അസ്ഹദൂറിന്റെയും UP ലംഘിപ്പൂർ സ്വദേശിയായ സഹായിയുടെയും പൗരത്വവും നേതാക്കൾ ചോദ്യം ചെയ്തു. 1873 ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ ആക്ട് പ്രകാരം ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ സംസ്ഥാനത്ത് പ്രവേശിച്ച ബംഗ്ലാദേശ് മുസ്ലിങ്ങളാകാം നിങ്ങളെന്നും ഇവർ ആരോപിച്ചു. നഹർലഗുൺ ഹെലിപ്പാഡിന് സമീപമുള്ള ജുമാ മസ്ജിദ് അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ആരോപിച്ച് നവംബർ 25 സംഘം ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുകയും വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. എന്നാൽ ഈ ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് ഇതുവരെ പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.